കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ നോയമ്പിൽ ഓരോ ദിവസം കർത്താവിൻ്റെ ജീവിതത്തോടെ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവായ യേശു മിശിഹായെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട്, കർത്താവിൻ്റെ നാമത്തെ കൂടുതലായി സ്തുതിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, പ്രത്യേകം ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകണം. അതായത് ഉദരഫലം അനുഗ്രഹമാണ്. ഈ ഉദരഫലത്തെ അനുഗ്രഹത്തിൽ തന്നെ നിലനിർത്തണം. ഈ ഒരു ഉദരഫലം നമുക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കണം. മാമോദിസ വഴി സഭ അതിനെ സ്വീകരിക്കുന്നു, ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ ജീവിതം കൂടുതൽ ധന്യമാകുകയും ഈ കുഞ്ഞിൻ്റെ ജീവിതം കൂടുതൽ അനുഗ്രഹമാകുകയും ചെയ്യുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ കൂദാശകൾ സ്വീകരിച്ച് ദൈവത്തിലേക്ക് കൂടുതൽ ചേരുന്നുണ്ടല്ലോ. ഇന്നത്തെ ഏതാണ്ട് സുവിശേഷ ഭാഗം നമ്മൾ ഇത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ വിശ്വാസം നിലനിൽക്കണം. ഒരു കുഞ്ഞിനെ പോലെ ദൈവം നമ്മളെ നിരന്തരമായി അനുഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെ തിരുവചനങ്ങളാണ്. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കാം, കർത്താവായ യേശു മിശിഹ അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. കർത്താവായ യേശു മിശിഹയ്ക്ക് കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നും, അതുമാത്രമല്ല കർത്താവിലേക്ക് കുഞ്ഞുങ്ങൾ വന്നപ്പോൾ ശിഷ്യന്മാരവരെ തടഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് വാസ്തവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. ദൈവവിളി ലഭിച്ച ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അവരെല്ലാം കർത്താവിലേക്ക് ചേരാൻ നോക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ തടഞ്ഞു വയ്ക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ സങ്കടം എന്തായിരിക്കും? ഞങ്ങൾക്ക് ആണും പെണ്ണായിട്ട് നീ മാത്രമേ ഉള്ളൂ, നീയോട് ഞങ്ങളെ വിട്ടുപോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പക്ഷെ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊരു വലിയ സത്യമുണ്ട് പ്രിയമുള്ളവരെ. അതായത് ദൈവത്തിൻ്റെ ദാനമാണ് ഈ മക്കൾ. ഉദരഫലം അനുഗ്രഹമാകുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്നെ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ മക്കളെ ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കണം. ദൈവത്തിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ സമർപ്പിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ചില ദേവാലയത്തിലെല്ലാം വിശുദ്ധ കുർബാന ദൈവജനത്തിലേക്ക് തിരിഞ്ഞ് ആഘോഷിക്കുമ്പോൾ കുഞ്ഞു പിള്ളേരെ മാതാപിതാക്കൾ എടുത്തു തലേ വെച്ചിരുത്തി അവരോട് ആവശ്യപ്പെടുന്നുണ്ട്, മോനെ, വിശുദ്ധ കുർബാന കർത്താവായ യേശു മിശിഹ നമ്മളിലേക്ക് ഞങ്ങളുടെ കടന്നു വന്ന് നമ്മളെ ഇറങ്ങി വരുന്നൊരു സമയമാണ്. ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്ക്, വിളിച്ച് പ്രാർത്ഥിക്ക്, നിൻ്റെ നാളത്തെ ജീവിതം അനുഗ്രഹമാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ശിഷ്യന്മാർ മക്കളെ, കുഞ്ഞു പിള്ളേരെ തടഞ്ഞപ്പോൾ കർത്താവിന് കോപമുണ്ടായി, ദേഷ്യമുണ്ടായി. പ്രിയമുള്ളവർ, ഇത് തന്നെയാണ് നമ്മുടെ മക്കളെ നമ്മൾ കർത്താവിൽ നിന്ന് അകറ്റി നിർത്തിയാൽ ദൈവത്തിന് നമ്മളോട് കോപമുണ്ടാകും. നമ്മൾ നമ്മുടെ മക്കളെ ദൈവത്തിലേക്ക് സമർപ്പിക്കണം. അതുമാത്രമല്ല, നമ്മളെല്ലാം കർത്താവായ യേശു മിശിഹായുടെ മക്കളാണെന്നും നമ്മുടെ മേൽ കർത്താവ് നമ്മുടെ തലയിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. സ്വർഗരാജ്യം എപ്പോഴും കുഞ്ഞു മക്കൾക്ക് വേണ്ടിയാണ്. പ്രിയമുള്ളവർ, ഈ ഒരു സുവിശേഷ ഭാഗത്തിന് മറ്റൊരർത്ഥം ഇതുകൂടെയുണ്ട്. ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി നമ്മൾ ജീവിക്കണം. നിഷ്കളങ്കമായി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ കള്ളത്തരത്തിനോ അശുദ്ധിക്കൊന്നും സ്ഥാനമുണ്ടാകത്തില്ല. നമ്മൾ വിശുദ്ധിയിൽ തന്നെ നമ്മൾ ജീവിക്കും. ഈ നോയമ്പ് നമ്മളെ കർത്താവായ യേശു മിശിഹ ആ ജനിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു നിഷ്കളങ്ക അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ തന്നെ ജീവിക്കാനും ആ അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമുക്ക് ചേരാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് അനുഗ്രഹത്തിൻ്റെ നോയമ്പായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോയമ്പ് പൂർത്തിയാക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.